നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് എങ്ങനെ നമുക്ക് തന്നെ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വിശദീകരണം കാണാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ androidcreator.com എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക. ലിങ്ക് കൂടെയായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ശേഷം നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് സൈൻ അപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ കൺട്രി, ഇമെയിൽ, പാസ്വേഡ് കൊടുത്ത് ഐ അക്സെപ്റ്റ് എന്നുള്ള ഭാഗം കൊടുത്ത് സെൻഡ് എന്നുള്ള ഭാഗം കൊടുത്ത് നിങ്ങൾ ഇത് കൺഫേം ചെയ്യുക. ശേഷം നിങ്ങളുടെ ഉപയോഗിച്ചിരിക്കുന്ന മെയിൽ ഐ ഡിയിലിട്ട് ഒരു മെയിൽ പോകുന്നതും അതിലൊരു കൺഫർമേഷൻ ലിങ്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഇതേ സ്ഥലത്ത് തന്നെ എത്തിപ്പെടും. ഇതിൽ നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി ആൻഡ് പാസ്വേഡ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. ശേഷം സൈൻ ഇൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പേജിലോട്ട് ഇത് എത്തിപ്പെടുന്നതാണ്. ഇവിടെയായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ആപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് ഇവിടെയായിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം കാണാം. അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ ഒരു ഐക്കൺ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഫയലിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ സ്വന്തം ചിത്രങ്ങളോ മറ്റോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ല എങ്കിൽ ഈ വെബ്സൈറ്റിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഐക്കൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ശേഷം ആപ്പ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ചെറിയ വിശദീകരണം അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഇതിൽ നിന്നും സെലക്ട് എ സ്റ്റൈൽ ഫോർ ദ ആപ്പ് എന്നുള്ളൊരു ഭാഗത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സ്റ്റൈൽ നിങ്ങൾ ഇതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെയായിട്ട് നിങ്ങൾക്ക് എന്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതിനുള്ള ചെറിയ ഒരു ഭാഗം കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ടി വി ഓർ വീഡിയോ എന്നുള്ള ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തു. ശേഷം നിങ്ങൾക്കിവിടെ ടൈറ്റിൽ എന്നുള്ള ഭാഗത്ത് ഏഷ്യാനെറ്റ് നമുക്കിപ്പോൾ കൊടുക്കാം. നമുക്ക് പിന്നീട് റിമൂവ് ചെയ്യാം. നമുക്ക് തൽക്കാലം കൊടുക്കുന്നെന്ന് മാത്രം. ഇതിൽ ഒരു ലിങ്ക് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഏഷ്യാനെറ്റിൻ്റെ ലൈവിൻ്റെ യൂട്യൂബ് ലിങ്ക് നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് തൽക്കാലത്തേക്ക് ആ പേജ് നമുക്ക് കൺഫർമേഷൻ ആവുന്നതിന് വേണ്ടി മാത്രമാണ്. നമുക്കത് ശേഷം അത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇവിടെ പേസ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ഡു യു വാണ്ട് ദ ആപ്പ് ഹാവ് എ ലിങ്ക് ടു യുവർ വെബ്സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് നോ ആണെങ്കിൽ നോ, എസ് ആണെങ്കിൽ എസ് നിങ്ങൾക്ക് കൊടുക്കാം. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഗോ ടു ആപ്പ് മാനേജർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എഡിറ്റിങ്ങുകൾ ആരംഭിക്കാം. അതിലായിട്ട് ജനറൽ സെക്ഷൻ എന്നുള്ള ഭാഗത്ത് എന്നുള്ള ഭാഗത്ത് നെയിം ആൻഡ് ഐക്കൺ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതാണ്. ജനറൽ എന്നുള്ള ഭാഗത്തും നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതാണ്. ഷെയർ ബട്ടൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നിങ്ങളുടേതായിട്ടുള്ള വിവരങ്ങളോ അഡ്രസ്സുകളോ നിങ്ങൾക്കവിടെ ചേർത്ത് സേവ് ചെയ്യാൻ സാധിക്കും. ശേഷം ലോഞ്ച് മെസ്സേജ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളത് ലോഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ എന്താണ് മെസ്സേജ് കാണിക്കേണ്ടത് എന്നുള്ളത് ഒരു ഭാഗമാണത്. അതും സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം അടുത്തായിട്ട് ഡിസൈൻ എന്നുള്ള സെക്ഷൻ, അതിൽ നിങ്ങൾക്ക് കളേഴ്സ് എന്നുള്ള ഭാഗം കാണാം. ഫസ്റ്റ് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതർ സെക്ഷൻ ഐക്കൺ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഈ അവസാനമായിട്ട് കാണുന്ന ഭാഗത്ത് 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. മെനു ടൈപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ 4 സൈസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതായത് ഒന്ന് ഇതുപോലുള്ള വരുന്നവ, അടുത്തായിട്ട് സൈഡ് ബാറിലായിട്ട് വരുന്നവ, അടുത്തായിട്ട് ടേബിൾ മെനു എന്ന രീതിയിൽ വരുന്നവ, ഒന്ന് വിത്തൗട്ട് മെനു എന്നുള്ള ഭാഗത്ത് വരുന്നത്. ഞാൻ ഇപ്പോൾ സ്ലൈഡിംഗ് മെനു സെലക്ട് ചെയ്യുന്നു. ശേഷം സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് മെയിൻ ഐക്കൺ ആണ്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെ നമ്മൾ ചൂസ് കറണ്ട് ഐക്കൺ എന്നുള്ള ഭാഗത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അടുത്തായിട്ട് മെനു ഐക്കണാണ്. നമ്മുടെ കൊടുക്കുന്ന ഓരോ ആപ്ലിക്കേഷൻ്റെയും മെനു ഐക്കൺ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കാണണോ അല്ലെങ്കിൽ ഇതുപോലെ കാണണോ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിൽ സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് ലോഡിംഗ് ഇമേജ് ആണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്ന സമയത്ത് തന്നെ ഏത് ഇമേജ് ആയിരിക്കണം ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ്. അതിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോകളോ അല്ലെങ്കിൽ നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരണം അടങ്ങിയ ഒരു ചിത്രമോ നിങ്ങൾക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരു ചിത്രം സെലക്ട് ചെയ്തു. ശേഷം സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഒരുപാട് എഡിറ്റിങ്ങുകൾ ഇതിനകത്ത് ചെയ്യുവാനുണ്ട്. എല്ലാം ഞാൻ കാണിക്കാൻ ഒരുപാട് സമയമാവുന്നുള്ളത് കൊണ്ട് ഒഴിവാക്കിയാണ്. അടുത്തായിട്ട് സെക്ഷൻസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട്
ക്രിയേറ്റ് സെക്ഷൻ എന്നുള്ള ഭാഗം ആദ്യമായിട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയും ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. വെബ്, HTML, ടെക്സ്റ്റ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എന്നുള്ള ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം ജസ്റ്റ്. അതിനുശേഷം നമുക്ക് ഇവിടെയായിട്ട് ഒരു ടെംപ്ലേറ്റ് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള നിങ്ങൾ സെലക്ട് ചെയ്യുക, ഒരു ലേഔട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു വിശദീകരണം കൊടുക്കുന്നതിനായിട്ട് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ടൈറ്റിൽ എന്നുള്ള ഭാഗത്ത് ആദ്യമായിട്ട് എബൌട്ട് എന്നോ എന്തെങ്കിലും നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് അനുസരിച്ച് കൊടുക്കാം നിങ്ങൾക്ക്. ശേഷം ഇവിടെ ഒരു ഇമേജ് ആദ്യമായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഇമേജ് ആദ്യമായിട്ട് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരണത്തെക്കുറിച്ചുള്ള ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നീട് അത് ആ ഇമേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണക്ട് ആവേണ്ട ഒരു ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ശേഷം സേവ് ഇമേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഇനി അത് താഴേക്ക് അതുപോലെ അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഒപ്പം തന്നെ താഴെ ഇതിനകത്തുള്ള കുറച്ച് വിശദീകരണങ്ങളും അതുപോലുള്ള മറ്റു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാൻ സാധിക്കും. ഓക്കെ. ശേഷം അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാം. ഓപ്പൺ ലിങ്ക് എക്സ്റ്റേണലി വേണമോ എന്നുള്ളത് യെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം മെനു ഐക്കൺ ഓപ്ഷൻ നിങ്ങൾക്ക്, അതായത് സൈഡ് വരുന്ന ഭാഗത്ത് വരുന്ന മെനുവിന് ഒരു ഐക്കൺ കൊടുക്കണോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് വീണ്ടും സെക്ഷൻസ് നമ്മൾ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഏഷ്യാനെറ്റ് എന്നുള്ള ഭാഗം നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഇനി ക്രിയേറ്റ് സെക്ഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒരു വെബ്സൈറ്റ് അഡ്രസ്സോ അല്ല മറ്റോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിനായിട്ട് നമ്മൾ സെക്ഷൻ ടൈറ്റിൽ എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എന്നുള്ള ഭാഗം തന്നെ ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ രീതിയിലുള്ള ഒരു ചിത്രമാണെങ്കിൽ, നമുക്കൊരു MP3 ഡൗൺലോഡിംഗ് ആണെങ്കിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കരുതുക. നമുക്കൊരു ചിത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് MP3 ഡൗൺലോഡ് അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണോ അതിനുള്ള ഒരു ഭാഗം നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. ശേഷം ടൈറ്റിലും അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈറ്റിൽ ഏതാണോ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ നിങ്ങൾക്ക് അതിനകത്തുണ്ട്. ശേഷം നമ്മൾ ഒരു ഫയൽ ഇവിടെ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമുക്ക് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് വെബ്സൈറ്റിലാണ് പോകേണ്ടത് നമുക്ക് നോക്കാം. അതിനായി ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു MP3 സൈറ്റ് ലഭിക്കുന്ന ഒരു സൈറ്റ് എൻ്റർ ചെയ്യുകയാണ്. MP3 സോങ്സുകൾ നമുക്ക് ലഭിക്കുന്ന ഒരു സൈറ്റ്. ഇത് കോപ്പി ചെയ്യുന്നു. ശേഷം അത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. സേവ് ഇമേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. അതിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഇമേജുകൾ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ചേർത്ത് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റു മെനു ഐക്കണിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ MP3 നമ്മൾ നിങ്ങളുടെ ഇതിനനുസരിച്ചുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് ഒരു ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഓപ്പൺ ലിങ്ക് എക്സ്റ്റേണലി എന്നുള്ള ഭാഗം വേണമെങ്കിൽ അതും യെസ് കൊടുക്കാം. ശേഷം സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യും. ഇനി വീണ്ടും നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് അടുത്ത ക്രിയേറ്റ് സെക്ഷൻ എന്നുള്ള ഭാഗത്ത് അടുത്തൊരു ഭാഗം കൂടി ക്ലിക്ക് ചെയ്യുന്നു. അതും ടെക്സ്റ്റ് ആൻഡ് ഇമേജ് നമുക്ക് കൊടുക്കാം. അതിൽ ടൈറ്റിൽ എന്നുള്ള ഭാഗം തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഡിക്ഷണറി കൊടുക്കാം. ശേഷം നമുക്ക് ഒരു ഡിക്ഷണറിയുടെ ചിത്രം നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെയും നമ്മൾ ഡിക്ഷണറി തന്നെ കൊടുത്തു. നേരത്തെ കൊടുത്ത പോലെ തന്നെ നമ്മൾ ഇവിടെയും ഡിക്ഷണറി കൊടുത്തു. ചൂസ് ഫയൽ എന്നുള്ള ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള ഡിക്ഷണറിയുടെ ചിത്രമോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളുടെ ചിത്രമോ ഇവിടെ സെലക്ട് ചെയ്യുക. പക്ഷെ നമുക്ക് പോവേണ്ട ഡിക്ഷണറിയുടെ ലിങ്ക് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ലിങ്ക് ഇവിടെ കൊടുക്കുന്നു. olam.in എന്നുള്ള ഒരു ലിങ്ക് ഞാനിവിടെ കൊടുക്കുകയാണ്. ആ ലിങ്കും ഞാനിവിടെ കൊടുത്തു. പേസ്റ്റ് ചെയ്തു സേവ് ഇമേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക.
അടുത്ത ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫയൽ വേണമെങ്കിൽ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അനുസരിച്ച് കൊടുക്കാം. ഓക്കെ, ശേഷം സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും ബാക്ക് പോയിട്ട് അടുത്ത ഒരു സെക്ഷൻ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളോ അതുപോലുള്ള മറ്റുള്ള സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് മൈ ഫേസ്ബുക്കോ അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും അതിവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുകയോ എൻ്റർ ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അതിലും ഒരു ഐക്കൺ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെയായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അഡ്രസ്സോ അതുപോലെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളുടെ ഒരു വിശദീകരണമോ നിങ്ങളിവിടെ കൊടുക്കുക. ശേഷം സേവ് ഇമേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതും സേവ് കൊടുക്കുക. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇനി ഒരുപാട് സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളവ നിങ്ങൾക്ക് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഓരോ സെക്ഷനും നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. ശേഷം ഡൗൺലോഡ് ആപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ഡൗൺലോഡ് ലിങ്ക് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഡൗൺലോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അടുത്ത സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ലിങ്ക് ആയിരിക്കണം നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നുണ്ട്. നിർമ്മിച്ച ഈ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈലിൽ പ്രവർത്തിപ്പിക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ സേവ് ചെയ്യുകയാണ്. ഇപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മൊബൈലിലേക്ക് നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് അത് സെൻഡ് ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ട്രാൻസ്ഫർ ചെയ്ത ആപ്ലിക്കേഷൻ, അതിനായിട്ട് നമ്മുടെ മൈ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഡിവൈസ് സ്റ്റോറേജ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ആപ്സ് ഇവിടെ കാണാൻ സാധിക്കും. അത് ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ടെസ്റ്റ് എന്ന പേരിൽ ലഭ്യമാക്കിയിരിക്കുന്ന ആപ്ലിക്കേഷനാണിത്. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് പുതിയ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വന്നായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇതുപോലെ ലോഡിംഗ് സെറ്റിംഗ്സ്, ലോഡിംഗ് സ്റ്റാർട്ടപ്പ് ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ കൊടുത്ത വിശദീകരണങ്ങളും നിങ്ങൾ കൊടുത്ത ഫോട്ടോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശേഷം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പ്ലീസ് ഡോണ്ട് ഷോ അഗൈൻ എന്നുള്ള ഭാഗം ക്ലിക്ക്. ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന വിശദീകരണങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും ഡിസ്ക്രിപ്ഷൻ രീതിയിൽ. അക്സെപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. മറ്റൊരാൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കാണുന്ന രീതിയാണ് നിങ്ങളുമായിട്ട് ഇവിടെ കാണിക്കുന്നത്. ശേഷം നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ചിത്രം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റകളൊക്കെ കൊടുക്കണമെങ്കിൽ അതിനുള്ള സെക്ഷനാണ് ആദ്യമായിട്ടുള്ളത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എബൌട്ട് എന്നുള്ള ഭാഗമാണ്. അടുത്തായിട്ട് MP3 ഡൗൺലോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലോട്ട് പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കിതിൽ എക്സ്റ്റേണൽ ലിങ്ക് ഉപയോഗിക്കുന്നതായിരിക്കും വളരെ ഉചിതമെന്ന് തോന്നുന്നു. എക്സ്റ്റേണൽ ബ്രൗസറിലേക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളവിടെ ഉപയോഗിക്കാം. ശേഷം അടുത്ത ഡിക്ഷണറി എന്നുള്ള സെക്ഷനാണ്. ഡിക്ഷണറി എന്നുള്ള സെക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന അതേ വെബ്സൈറ്റിലോട്ട് ഇത് വീണ്ടും ചെല്ലുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന അതേ വെബ്സൈറ്റിലോട്ട് തന്നെ ഇത് എത്തിപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തായിട്ട് ഫേസ്ബുക്ക് എന്നുള്ള ഭാഗത്ത് മൈ ഫേസ്ബുക്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ID-യിലേക്കുള്ള പ്രവേശിക്കുവാനുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക. ജോയിൻ ചെയ്തിട്ട് എൻ്റെ പേജ് നിങ്ങൾക്കിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ കൊടുത്തിരിക്കുന്ന ലിങ്ക് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഈ ആപ്ലിക്കേഷൻ പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ എന്നുള്ള ബട്ടൺ കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കിതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്കത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നിങ്ങളുടെ വാട്സപ്പിലോ ഒക്കെ നിങ്ങൾക്കത് പേസ്റ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്.